ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യ. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഈ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി കഥയാണ്. അങ്ങനെ ഒരു കഥ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. മൂന്നാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് വളരെ ദുരൂഹമായ രീതിയിൽ 3 കൊലപാതകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഒരു ഗോസ്റ്റ് ഡിറ്റക്റ്റീവിനെ അങ്ങോട്ടേക്ക് അവിടെ ഉണ്ടായിരുന്ന ബോർഡ് മെമ്പേഴ്സ് കൊണ്ടുവരികയാണ്. അങ്ങനെ ഗോസ്റ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള രൂപൻ ആ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വന്നതിന് ശേഷം കണ്ടുപിടിച്ചത് ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ നടന്ന അതെന്തായാലും ഞാൻ പറയുന്നില്ല, അത് കഥ കേട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, നല്ല കിടുക്കാച്ചി കഥയാണ്, ധൈര്യമായിട്ട് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ മൂന്നാറിലെ ഒരു മെഡിക്കൽ കോളേജ് കാണിക്കുകയാണ്. അവിടെ തന്നെയുള്ള ഒരു ടീച്ചറെയും കാണിക്കുന്നത്. അവരുടെ പേര് അവന്തിക. ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്ത ശബ്ദം, വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന വവ്വാലിന്റെ ശബ്ദം. ആ ശബ്ദം കേട്ട് സഹിക്കാൻ കഴിയാതെ അവന്തിക ആ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ അതൊരു സ്വപ്നമായിരുന്നു. പെട്ടെന്ന് അവള് കണ്ണ് തുറക്കുന്നുണ്ട്. ആ നേരം അവള് ലൈബ്രറിയിലായിരുന്നു. എന്നാൽ ആ നേരം ഒരുപാട് പെൺകുട്ടികൾ ഓടിപ്പോകുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോൾ ശരിക്കും ഒരു പെൺകുട്ടി ഇതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എടുത്ത് ചാടിയിരിക്കുകയാണ്. ഇത് വലിയ വിഷയമായി. ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടുകയാണ്. കോളേജിലെ പ്രിൻസിപ്പലും ബാക്കിയുള്ള സാർമാരും എല്ലാവരും ഒത്തുകൂടി. കാരണം 2 കുട്ടികളാണ് ഇതുപോലെ ഇപ്പൊ ആത്മഹത്യ ചെയ്തത്. നോ റീസൺ, പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. പലരും പറയുന്നത് ഇതെന്തോ പ്രേതബാധയാന്നൊക്കെയാ. എന്നാൽ ഒരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയും. അപ്പൊ പ്രിൻസിപ്പാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സാറ് പറയണത്, സാറേ, നമ്മൾ ഈ മന്ത്രവാദികളെ ഉസ്താദ്മാരെയോ അല്ലെങ്കിൽ ഫാദേഴ്സിനോ അവരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനായിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടീമുകളുണ്ട്. അവര് ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയും. നമുക്ക് അതുപോലെ ഒരാളെ കണ്ടുപിടിച്ചാലോ? അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാറേ, ഉണ്ട്, പേര് രൂപൻ. ഇതിനുശേഷം രൂപനെ കാണിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയുണ്ട്. ആ അമ്മ ഗർഭിണിയാണ്. അവരുടെ മൂത്ത മകള് ദിയ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈയിടെ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ശല്യമുണ്ട്. അങ്ങനെ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് രൂപൻ അങ്ങോട്ടേക്ക് വന്നു. അവന്റെ കയ്യിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ശക്തികളോട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസ് ആണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി റെക്കോർഡഡ് ആയിട്ടുള്ള ആ മൈന്യൂട്ട് വോയിസിലൂടെ ഇപ്പൊ രൂപൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവരുടെ ആദ്യത്തെ മകളായിട്ടുള്ള ദിയ, അവള് മരിച്ചു പോയപ്പോൾ അവളുടെ ഒരു പാവ ഇവിടെ ഉണ്ടായിരുന്നു. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എന്നാൽ ആ പാവ ഈ വീട്ടിൽ ഇപ്പൊ ഇല്ല. അത് പുറത്ത് എവിടെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ അച്ഛനും അമ്മയും മറന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയോട് എനിക്ക് ദേഷ്യ. അതുകൊണ്ടാണ് ഞാൻ ശല്യം ചെയ്യുന്നത് എന്നാണ് ദിയ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രൂപൻ പറഞ്ഞതുപോലെ ആ അച്ഛനും അമ്മയും ആ ഒരു പാവയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മകളുടെ ഓർമ്മ എന്ന് പറയുന്നത് ആ ഒരു പാവയായിരുന്നു. അതായത് മാജിക്കോ മന്ത്രോ ഒന്നുമല്ല, പ്യുവറായിട്ട് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് രൂപൻ. രൂപനെ കുറിച്ച് അത്യാവശ്യം മനസ്സിലായല്ലോ. എന്തായാലും രൂപന് മൂന്നാറിലേക്ക് ക്ഷണം കിട്ടുകയാണ്. അത് തന്നെ ആ കോളേജിൽ നടന്ന 2 മരണങ്ങൾ, അതിന്റെ പിന്നിലെ കാരണം ആ ഒരു ഗോസ്റ്റ്, അതെന്താണെന്ന് അറിയാൻ വേണ്ടി. ഇനിയിപ്പോ അത് ഗോസ്റ്റ് തന്നെയാണോ എന്നും അറിയില്ല. അങ്ങനെ പ്രിൻസിപ്പളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രൂപൻ. ഇപ്പോൾ അധികം നാളൊന്നും രൂപന് ഈ ഒരു പ്രിൻസിപ്പൾ കൊടുക്കുന്നില്ല. 10 ദിവസം. ഇതിനുള്ളിൽ ഇതിന്റെ പിന്നിൽ വല്ല എക്സ്ട്രാ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടോ? അതുണ്ടെങ്കിൽ അത് നീ കണ്ടുപിടിക്കുക, അല്ലാത്ത പക്ഷം നിനക്ക് ഇവിടുന്ന് പോവാം. 10 ദിവസം സമയമുണ്ടെന്ന് പറയണം. അങ്ങനെ ഇപ്പൊ ഈ ഒരു പ്രിൻസിപ്പളും അതുപോലെ തന്നെ രൂപനും രണ്ടുപേരും സംസാരിക്കുന്നത് ഏതോ ഒരു ശക്തി എവിടെ നിന്നോ അവരെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം രൂപന് താമസിക്കാനായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അതിനായിട്ട് ഒരുത്തം വരുന്നുണ്ട്. ആളുടെ പേര് ആരോഗ്യം കേട്ടോ. പക്കാ കോമഡി പീസ് ആണ്. എന്തായാലും ആ ഒരു പ്രിൻസിപ്പാളെ വിളിച്ച് രൂപം പറയാണ്, ദാ ഈ പറഞ്ഞ ആരോഗ്യം ഉണ്ടല്ലോ, റൂമൊക്കെ ശരിയാക്കി തന്ന ആ ആളെ കുറച്ച് ദിവസം എന്റെ കൂടെ നിർത്തുമോ? അതായത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ നിർത്തിക്കുമെന്ന് പറയണം. എന്നാൽ ഇത് കേട്ടപാട് ആരോഗ്യം ഒന്ന് പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര പേടിയാണ്. അങ്ങനെ രൂപൻ പിന്നീട് കോളേജിലേക്ക് എത്തുകയാണ്. അവിടെ മുഴുവനായിട്ടും ഇൻസ്പെക്ഷൻ, അതായത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും മനുഷ്യല്ലോ. ഒന്നൊരു പെൺകുട്ടിയാണ്, അവളുടെ പേര് ശ്വേത. അതുപോലെ തന്നെ രണ്ടാമത് മരിച്ചത് ഒരു പയ്യനാണ്, മുകേഷ്. അപ്പൊ ആ 2 കുട്ടികളെ കുറിച്ച് അറിയാനായിട്ട് അവരുടെ ക്ലാസ് റൂമിലേക്ക് തന്നെ ചെല്ലുകയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുന്നുണ്ട്, മരിക്കുന്നതിന് മുന്നേ ശ്വേതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്കറിയാം ആ കാര്യങ്ങൾ? അപ്പൊ ശ്വേതയുടെ കൂട്ടുകാരികളൊക്കെ പറയുന്നത്, ഏയ് അവൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായതായിട്ട് ഞങ്ങൾക്കറിയില്ല, ഫാമിലി ഇഷ്യൂ അതുപോലെ ഒന്നുമില്ല. ഈ ശ്വേതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. എന്നാൽ മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ആയിട്ട് അവൾക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, വല്ലാത്ത ദേഷ്യം പോലെയൊക്കെ. ഓക്കെ രൂപൻ അതെല്ലാം കേട്ട് പിന്നീട് ശ്വേത ഇരുന്ന ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിൽ പ്രത്യേക രീതിയിലുള്ള ഒരു സ്ക്രാച്ച്, ഒരു വട്ടവും അതിന്റെ ഉള്ളിൽ ഒരു നക്ഷത്രവും കാണുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ രൂപൻ നേരെ കാണാൻ ചെല്ലുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു PG സ്റ്റുഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചറും കൂടിയായിട്ടുള്ള അവന്തികയെ കാണാനാണ്. ഇതേ അവന്തികയെ തന്നെയാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അവന്തികയുടെ അടുത്തേക്ക് രൂപൻ ചെല്ലാൻ കാരണം അവസാനമായിട്ട് ശ്വേത, അതായത് ആത്മഹത്യ ചെയ്ത ശ്വേത സംസാരിച്ചത് അവന്തികയോടായിരുന്നു. എന്നാൽ അവന്തികയോട് രൂപൻ സംസാരിക്കുന്ന സമയത്ത് അവൾ അത്ര കോർപ്പറേറ്റീവ് ആയിരുന്നില്ല. കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല അവൾ സംസാരിക്കുന്നത്. ഒരു
ഒരു ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ രൂപൻ അവന്റെ ആ ഒരു പ്രൊഫഷനോട് തന്നെ അവന്തികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പ്രേതം, ഭൂതം അല്ലെങ്കിൽ എക്സ്ട്രാ സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ പറയുന്നത് അവൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത കാര്യമാണ്. അതായത് ഒരു സ്യൂഡോ സയൻസിന്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെയുള്ള ബ്ലെൻഡേഴ്സ്, മണ്ടത്തരങ്ങൾ, ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ പിള്ളേർ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. വെറുതെ അനാവശ്യമായ ചോദ്യം എന്നോട് ചോദിക്കേണ്ടെന്ന് അവന്തിക പറയണം. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് രൂപൻ അവന്തികയെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം നേരെ രൂപൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതായത് മരിച്ച 2 പിള്ളേരുണ്ടല്ലോ, ശ്രദ്ധ അതുപോലെ തന്നെ മുകേഷ്. അവർ മരിച്ചു കിടന്ന സമയത്തുള്ള ആ ഒരു ഫോട്ടോസ് അതുപോലെ തന്നെ FIR കോപ്പി ഇത് രണ്ടും മേടിക്കാനാണ് രൂപൻ സ്റ്റേഷനിലേക്ക് ചെന്നത്. എന്നാൽ പോലീസുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. എന്നിരുന്നാലും ആ ഒരു ഫോട്ടോസ് ഒക്കെ മേടിച്ച് രൂപൻ ചെല്ലുന്നുണ്ട്. അതായത് മരിച്ചു കിടക്കുന്ന ആ ഒരു ഡെഡ് ബോഡി അതിന്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് രൂപൻ കണ്ടു. എന്തായാലും ഇതിനുശേഷം മോർച്ചറിയിലേക്ക് ചെല്ലുകയാണ്. കൂടെ തന്നെ നമ്മുടെ ആശാനായിട്ടുള്ള ആരോഗ്യത്തിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരു ധൈര്യത്തിന് പറ്റിയ ആളാണ്. എന്തായാലും മോർച്ചറിയിൽ വെച്ചിരുന്ന 2 പേരുടെ ഡെഡ് ബോഡി ഇപ്പൊ രൂപം കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാത്തരം കെമിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഫ്രീസറിൽ ഇവിടെ സ്റ്റോർ ചെയ്ത ഈ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, അത് എന്തൊക്കെ ചെയ്തിട്ടും പഴകാതിരിക്കുന്നില്ല. പയ്യെ പഴകി ദ്രവിച്ച് വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് രൂപം ചോദിച്ചപ്പോൾ ഡോക്ടർ പറയണം അറിയില്ല, ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാത്തരം കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബോഡി ഇങ്ങനെ പതിയെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടെ ഇതിങ്ങനെ ഈ അവസ്ഥയിലേക്ക് വരികയാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് ഡോക്ടർമാർക്കും രൂപനും മനസ്സിലാവുന്നില്ല. പിന്നീട് കാര്യമായിട്ട് തന്നെ ആ ഒരു കോളേജും അതിന്റെ ആ ഒരു പരിസരം ഇതെല്ലാം നന്നായിട്ട് തന്നെ രൂപൻ അരിച്ചു പെറുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രൂപൻ ഇപ്പോ നമ്മുടെ ആരോഗ്യം ഉണ്ടല്ലോ അവനെയും കൂട്ടി ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഈ രൂപന്റെ കുറേയധികം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്രേതങ്ങളെ കാണാൻ പറ്റുന്ന മോണിറ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ശബ്ദം പിടിച്ചെടുക്കാൻ പറ്റുന്ന മൈക്ക്, അങ്ങനത്തെ ഓരോന്ന്. അങ്ങനെ ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് ഈ ഒരു മോണിറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആരോഗ്യത്തിനോട് പറയാണ് ഈ ഒരു ടിവിയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ കാണുകയാണെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം. ഞാൻ എന്തായാലും മരിച്ചുപോയ ശ്വേതയുടെ റൂമിൽ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രൂപൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ആരോഗ്യം പറയണ ആഹാ ഈ മോണിറ്റർ ഇതിനിങ്ങനെ കരകര എന്നല്ലാതെ എന്ത് വരാന്ന് പറഞ്ഞിട്ട് ഒരു ചെയർ വിട്ട് നമ്മുടെ ആശാൻ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ശ്വേതയുടെ റൂമിലേക്ക് പോയ രൂപൻ ഉണ്ടല്ലോ, അവളുടെ റൂമിൽ വെച്ച് അവൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രോപ്പർ കാണുകയാണ്. എന്തോ ഒരു മെഡിസിൻ ആണ്, ചെവിയിലോ കണ്ണിലോ എന്തിലോ ഒന്ന് ഉറ്റിക്കുന്നതാണ്. ഇതേ നേരം തന്നെ ഒരു കാലൊച്ചയും കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് രൂപൻ ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ മോണിറ്ററിലേക്ക് നോക്കി ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യം പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ എന്തോ ഒരു രൂപം അതിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. പിന്നെ ഒട്ടും കാണുന്നില്ല. ഇതെന്താ സാധനം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ എന്നും വിചാരിച്ച് ആരോഗ്യം ആ ഒരു മോണിറ്ററിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ദാണ്ട കിടക്കുന്നു ഒരു പ്രേതം. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, മലന്നടിച്ച് പിറകിലേക്ക് വീഴാണ് കേട്ടോ. ആശാൻ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതേ ആത്മാവിനെ നമ്മുടെ രൂപനും കാണുകയാണ്. എന്നാൽ രൂപൻ എന്താ ചെയ്തതെന്നറിയോ, അതിന്റെ മോന്തൊക്കെ നോക്കി ഒരേറ്റ അടി അടിക്കുകയാണ് കേട്ടോ. കാരണം അതൊരു ആത്മാവായിരുന്നില്ല, ഇവിടുത്തെ പിള്ളേര് രൂപനെ പ്രാങ്ക് ചെയ്തതാണ്. അപ്പൊ ആ ഒരു പെങ്കുച്ചിന്റെ കൈയും പിടിച്ച് അവൻ അങ്ങനെ നടന്നു വരുമ്പോ ഇത് ആരോഗ്യം കാണുന്നുണ്ട്. ഇപ്പൊ ആരോഗ്യം വിചാരിക്കണം ആശാൻ പ്രേതത്തിന് പിടിച്ചോ. അവൻ ആ ഒരു ചുമരിന്റെ അരികിൽ ചാരി ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ എന്റെ മേത്തേക്ക് വരില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതുപോലെ പ്രേതമായിട്ട് അഭിനയിച്ച ആ ഒരു പെൺകുട്ടിയെ പോക്കിയപ്പോ അവള് ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് വിളിച്ച് പറയുന്നുണ്ട് എടി പണി വാളി വേം ബാബാ എന്നിട്ട് വിളിക്കുകയാണ്. എന്തായാലും ആ ഒരു പെൺകുട്ടിയും കൂട്ടി രൂപൻ നേരെ ചെല്ലുന്നത് അവരുടെയൊക്കെ ടീച്ചറായിട്ടുള്ള അവന്തികയുടെ അടുത്തേക്കാണ്. കാരണം പിള്ളേരെ കൊണ്ട് ഇതുപോലെ ഒരു പ്രാങ്ക് ചെയ്യിപ്പിച്ചത് തന്നെ അവന്തികയാണ് കേട്ടോ. എന്തായിരുന്നു അതിന്റെ ആവശ്യം എന്ന് രൂപൻ ചോദിച്ചപ്പോൾ അത് പിന്നെ നിങ്ങൾ കാണിക്കുന്നതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഒരു കള്ളത്തരാണോ, ഇതറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ചെയ്തിയാന്ന് പറയണം. പരിപാടി മുഴുവൻ ഒപ്പിച്ചത് അവള്. എന്നിട്ട് നമ്മുടെ രൂപനോട് ചൂടാവുന്നതും അവന്തിക. എന്നിട്ട് രൂപനെ നോക്കിയിട്ട് 2 ഒച്ചയിട്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് വാതിൽ ഒറ്റ അടയ്ക്കലാണ്. അതുപോലെ പിള്ളേരും അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രൂപന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മിഷൻ ഭയങ്കരമായിട്ട് ബീപ്പ് സൗണ്ടുകൾ അടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അവന്തികയുടെ റൂമിൽ സംതിങ് എന്തോ ഒന്ന് ഉള്ളതുപോലെ രൂപന് മനസ്സിലായി. പിന്നീട് ആ ഒരു ഹോസ്റ്റൽ കാണിക്കുകയാണ് എന്തൊക്കെയോ ചില വശപ്പശകായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന അവന്തികയെ കാണിക്കുകയാണ്. അവള് പോലും അറിയാതെ അവളുടെ വിരലുകൾ പതിയെ ചലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവന്തിക ഒന്ന് ഞെട്ടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അങ്ങനെ ഇരിക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മരിച്ചുപോയ ശ്രദ്ധയുണ്ടല്ലോ, അവളുടെ ഫോണ് രൂപന്റെ കയ്യിൽ കിട്ടുകയാണ്. അപ്പൊ അതിലൊരു ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നുണ്ട്. മരിച്ചുപോയ ശ്രദ്ധ, അതുപോലെ തന്നെ മുകേഷ്, പിന്നെ മൂന്നാമതൊരു പെൺകുട്ടി കൂടിയുണ്ട് ദീപിക. അപ്പൊ ഈ ദീപികയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് രൂപൻ നേരെ ചെല്ലുന്നത് അവന്തികയുടെ അടുത്തേക്ക് തന്നെയാണ്. കാരണം അവന്തികയുടെ സ്റ്റുഡന്റ് ആണ് ഇവരെല്ലാവരും. ഈ അവന്തികയുടെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പക്കയായിട്ട് എതിർക്കും, പിന്നെ അവളായിട്ട് തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ദീപിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവളിപ്പോ ഇവിടെ ഇല്ല, ഹോസ്റ്റലൊന്നുമില്ല. പിന്നീട് അവന്തിക തന്നെ ഈ ദീപികയുടെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് രാകേഷ്, ആ രാകേഷിന്റെ റൂമിലേക്ക് അവൾ പോയിട്ടുണ്ടാവും എന്ന് ആ കൂട്ടുകാരി പറയണം. സോ അത് വെച്ച് രൂപനും ആരോഗ്യം കൂടെ നേരെ ഈ രാകേഷിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ശരിയാണ്, അവൾ ഇവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു, നേരത്തെ അവർക്ക് പരിചയമുണ്ട്, തമ്മിൽ റിലേഷനും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ രാകേഷിന്റെ റൂമിൽ വെച്ചിട്ട് ഇപ്പൊ രൂപന് ഒരു ഐ ഡ്രോപ്പ് കൂടെ കിട്ടുന്നുണ്ട്. ഇതേ ഐ ഡ്രോപ്പ് തന്നെ ശ്വേതയുടെ റൂമിൽ വെച്ചും നമ്മുടെ രൂപന് കിട്ടുകയായിരുന്നു. അതായത് ശ്വേതയും ദീപികയും ഇതേ മരുന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു മരുന്ന്, അതുപോലെ തന്നെ ഏത് ഡോക്ടറാണ് ആ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടറെ കുറിച്ച് രൂപൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ കണ്ടുപിടിച്ചു, ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും മരിക്കുന്നതിന് മുന്നേ ശ്രദ്ധ ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവൾക്ക് ചെവിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ
എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവും കാണുന്നില്ലായിരുന്നു. അവള് പറയുന്നത് വവ്വാലുകൾ കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ ചെവിയിലേക്ക് വരുന്നു, അവറ്റകളുടെ കരച്ചിൽ കേൾക്കുന്നു എന്നൊക്കെയാണ്. ഡോക്ടർ തന്നെ പറഞ്ഞു മേ ബി അത് അവളുടെ വെറും ഒരു ഓഡിയോ ഹാലൂസിനേഷൻ ആയിരിക്കും, അതായത് ഇല്ലാത്ത ശബ്ദം കേൾക്കുന്നതായിരിക്കാം. എന്തോ അവളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്ത മരുന്നാണ് അത് എന്ന് പറയണം. ഓക്കെ, എന്തായാലും ഇതിനുശേഷം രൂപൻ നേരെ ചെല്ലുന്നത് പ്രിൻസിപ്പലിന്റെ അരികിലേക്കാണ്. അതായത് സ്കൂളിലെ ഒരു സ്റ്റുഡന്റ്, അതായത് ദീപിക കാണാതായിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, പോലീസുകാരെങ്ങാനും ഈ ഒരു കാര്യം അറിഞ്ഞാൽ അവരിവിടെ കയറി അങ്ങോട്ട് നിരങ്ങും, കോളേജിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാതാവും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അന്വേഷിച്ചാൽ മതി എന്ന് പറയണം. എന്തൊക്കെയോ ചില പന്തികേട് രൂപൻ അപ്പം തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും റൂമിലേക്ക് വന്നു, ആരോഗ്യമുണ്ട്. രൂപൻ ഇങ്ങനെ കുറെ നേരം ആലോചിക്കുകയാണ്. ഇപ്പൊ രൂപൻ ആരോഗ്യത്തോട് ചോദിക്കുകയാണ്, ആരോഗ്യം നിനക്ക് ഈ വവ്വാലുകളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ആരോഗ്യം പറയണം, എനിക്കെന്തറിയാനാ? എന്നാ കേട്ടോ, വവ്വാലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവറ്റകൾക്ക് കാഴ്ചയില്ല, അവർക്ക് ഭയങ്കര കേൾവി ശക്തിയാണ്. ഈ ശബ്ദങ്ങളുണ്ടല്ലോ, അതിന്റെ ആ ഒരു തരംഗങ്ങൾ നമ്മൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ എത്രയോ കൂടുതലായിട്ട് അവറ്റകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ ശബ്ദ തരംഗങ്ങൾ വെച്ചാണ് അവർ ഇരയെ പിടിക്കുന്നതും ശത്രുക്കളെ മനസ്സിലാക്കുന്നതും അവർ യാത്ര ചെയ്യുന്നത് പോലും. അതായത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തരം ജീവി തന്നെയാണ് ഈ വവ്വാലുകൾ. ഇതേ നേരം തന്നെ രൂപനെ അവന്തിക വിളിക്കുന്നുണ്ട്. അതായത് അവൾക്ക് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ, അവളുടെ കൂടെ ആരൊക്കെയോ ഉള്ളതുപോലെ ഒരു ഫീലൊക്കെ ആവുകയാണ്. അപ്പൊ രൂപൻ അവന്തികയോട് പറയാണ്, അവന്തിക നീ പേടിക്കണ്ട, എനിക്ക് എന്തായാലും നിന്നോട് സംസാരിക്കണം, പക്ഷേ നേരിട്ടായിരിക്കണം. നാളെ എന്തായാലും നിന്റെ പ്രൊജക്ട് അത് സബ്മിറ്റ് ചെയ്യാൻ പോവല്ലേ, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാന്ന് പറയണം. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ലേഡീസ് ഹോസ്റ്റലിൽ കാണിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സെക്യൂരിറ്റി ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയെ കണ്ട് സെക്യൂരിറ്റി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് കാണാതായ ദീപികയായിരുന്നു അത്. അവള് വേഗം ഹോസ്റ്റലിലേക്ക് പോണ്. എന്നാൽ സെക്യൂരിറ്റി അപ്പൊ തന്നെ രൂപനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ദീപിക തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ രൂപൻ എന്താക്കി, നേരെ വണ്ടി എടുത്ത് ഹോസ്റ്റലിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ദീപികയും കാണിക്കുന്നുണ്ട്. അവൾ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്ന സമയത്ത് വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ട്, വവ്വാലിന്റെ ശബ്ദം. എന്നാൽ ഒരു വവ്വാലിനെ പോലും കാണുന്നുമില്ല. പെട്ടെന്ന് ആ ഒരു ശബ്ദം വല്ലാത്ത അരോചകമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ട് അവൾക്ക് തോന്നുകയാണ്. വേദന കൊണ്ട് അവൾ നിലത്ത് വീണുപോയി, കൈയും കാലൊക്കെ തിരിയാണ്, കരയാൻ തുടങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഹോസ്റ്റലിലേക്ക് ഇപ്പൊ നമ്മുടെ രൂപൻ വന്നിട്ടുണ്ട്. രൂപൻ വന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ദീപിക. രൂപൻ വിചാരിച്ചതുപോലെ തന്നെ ആ സെൽഫിയിൽ കണ്ട ആ 3 പേര്, അതിൽ മൂന്നാമത്തെ ആളായിട്ടുള്ള ദീപികയും മരണപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ ആകെ പ്രശ്നമായിട്ടുണ്ട്, പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്, ആകെ കൂടി ഒരു അലമ്പായിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ മരത്തിന്റെ മുകളിൽ നിന്നും അവളുടെ ആ ഒരു ഡെഡ് ബോഡി ഊരി താഴേക്ക് വെച്ച് ഒരു ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവാണ്. അതേ നേരം അവളുടെ കയ്യിലും ആ ഒരു പാട് ഇപ്പൊ രൂപൻ കാണുന്നുണ്ട്, ഒരു വട്ടവും അതിനുള്ളിൽ ഒരു നക്ഷത്രവും. ഇതേ നേരം തന്നെ രൂപൻ അവിടെ ഒരു പഴയ ബിൽഡിംഗ് കാണുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു മണിമുഴക്കും. അപ്പൊ രൂപൻ തൊട്ടടുത്തുണ്ടായിരുന്ന ആരോഗ്യത്തോട് അതെന്ത് ബിൽഡിംഗാന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ആരോഗ്യം പറയാണ് അത് പഴയ ലൈബ്രറിയാണ്, അങ്ങോട്ടേക്ക് എല്ലാവരും പോക്കുന്നില്ല. പിന്നീട് രൂപൻ എന്താക്കി, പതിയെ ആ ഒരു ലൈബ്രറിയുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിഴലുകൾ ഇങ്ങനെ നിലത്തിങ്ങനെ വീണ് എടുക്കുകയാണ്. അതായത് മുകളിലെ ജനലിലൂടെ പ്രകാശം വന്ന് ആ പ്രകാശം താഴേക്ക് തട്ടുമ്പോൾ ഒരു പ്രത്യേകതരം നിഴലായിട്ട് മാറുന്നുണ്ട്. സോ ആ നിഴലിനും ഇതേ ചിഹ്നം തന്നെ, ഒരു വട്ടവും അതിൽ ചില നക്ഷത്രങ്ങളും. അപ്പൊ സംതിങ് ഈ ഒരു ലൈബ്രറിക്ക് എന്തോ ഒരു ഈ മരണവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രൂപനും ആരോഗ്യം കൂടിയിട്ട് ലൈബ്രറിയനോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വിറപ്പിച്ചു വിട്ടു. ആ സമയത്താണ് ലൈബ്രറിയൻ ഒരു കാര്യം പറയുന്നത്. ഈ മരിച്ചുപോയ 3 പിള്ളേരുണ്ടല്ലോ, അവര് മാത്രമല്ല വേറെയും പിള്ളേര് രാത്രിയാകുമ്പോൾ ഈ കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും കൂടെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഈ മരിച്ചുപോയ 3 പിള്ളേര് ശ്രദ്ധ, മുകേഷ്, ദീപിക, ഇവരൊരു ഗ്യാങ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും അവര് വരാറുണ്ട്. സോ ആ 3 പേരാണ് മരിച്ചു പോയിരിക്കുന്നത്. സോ എന്തോ ഒരു കാരണം ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പേരിലാണ് ആ മരണം ഇവർക്ക് സംഭവിച്ചത്. മാത്രമല്ല രൂപൻ എപ്പോഴും കാര്യങ്ങൾ ചോദിക്കുന്ന അവന്തിക, അവളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ആ കാര്യം കൂടെ ലൈബ്രറിയൻ പറയാണ്. ഈ ഒരു കാര്യം കേട്ട് രൂപൻ ഒന്ന് ഷോക്കായി പോവാണ്. അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവന്തികയുടെ പുറത്ത് കണ്ട കൈപ്പാടുകൾ, അവളുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം, ബിഹേവിയർ. ഇതേ നേരം തന്നെ നമ്മുടെ അവന്തികയെ കാണിക്കുകയാണ്. അവള് ഈ ഭൂതോ പ്രേതോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള കാഴ്ചകൾ മനുഷ്യർ കാണുന്നത് അത് മനുഷ്യരുടെ ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ തലച്ചോറിലുള്ള ചില പ്രതിഭാസങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നടത്തി അതാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിലും അവന്തിക എന്തൊക്കെയോ ചില കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. അവൾക്കത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് എങ്ങനെയൊക്കെയോ അതിനെ മാനേജ് ചെയ്ത് ആ ഒരു പ്രൊജക്ട് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് അവൾ പിന്നീട് രൂപനെ കാണാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വരികയാണ്, ഒരു കോഫി ഷോപ്പിലേക്ക്. അങ്ങനെ രൂപൻ ഇപ്പോൾ അവന്തികയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നീ എന്തിനാ ഇന്നലെ എന്നെ വിളിച്ചത്? എന്താ നിനക്ക് സംസാരിക്കാള്? അപ്പൊ അവന്തിക പറയണ, ഞാൻ വിളിച്ചിരുന്നോ? ഞാനൊന്നും വിളിച്ചിട്ടില്ല. ഇത് കേട്ട രൂപൻ ആകെ സ്റ്റക്കായി പോയി. നീ എന്താ പറയുന്നത്? നീ എന്നെ വിളിച്ചില്ലാന്നോ? ആ ഒരു കോൾ ലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പൊ അവന്തിക പറയാണ്, അത് ചിലപ്പോൾ എന്റെ കൈ തട്ടിപ്പോയതായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു എന്ന് അവന്തിക സമ്മതിക്കുന്നേയില്ല. എന്നാൽ രൂപൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവന്തികക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവള് പറയാണ്, എന്നൊന്ന് വെറുതെ വിടാൻ പറ്റുമോ? ഒന്ന് തനിയെ വിടുന്ന് പറഞ്ഞപ്പോൾ രൂപൻ പറയാണ്, എന്റെ പൊന്ന അവന്തിക, നീ തനിയല്ല, നിന്റെ കൂടെ ആരോ ഉണ്ട്. അത് കേട്ട് അവളാകെ ഞെട്ടിപ്പോയി. പിന്നീട് ദേഷ്യം വരികയാണ്, ഒന്ന് പോടാ അവിടുന്ന്, പ്രാന്താന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോണ്. അതുപോലെ തന്നെ അവള് പോകുമ്പോൾ രൂപൻ പറയുന്നുണ്ട്, പറ്റുവാണെങ്കിൽ ആ പഴയ ലൈബ്രറി അങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് പറയാണ്. എന്നാൽ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്തായാലും രൂപന് ആ ലൈബ്രറിയിലേക്ക് ഒന്നും കൂടെ പോയേ മതിയാവുള്ളൂ. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ അവന്തികയുടെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. അവർക്കും അറിയണമായിരുന്നു ശരിക്കും ഈ ഭൂതവും പ്രേതവും എക്സ്ട്രാ എനർജി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടോ എന്ന്. അപ്പൊ അങ്ങനത്തെ മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് അവർ മാത്രമേ ഉള്ളൂ അവിടെ. ഇതേ നേരം തന്നെ അവന്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അവന്തികയെ കണ്ട പാടിന് അവളുടെ സ്റ്റുഡൻസ് ഒന്ന് പരുങ്ങുന്നുണ്ട്
കേട്ടോ. അത് പിന്നെ ടീച്ചറെ ഇതൊക്കെ എങ്ങനെയാ കാണാൻ വേണ്ടി വന്നേ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഒന്നും പറയണ്ടെന്ന് അവന്തിക പറയണം. എന്നിട്ട് അവന്തിക വന്നിട്ട് രൂപനോട് പറയാണ്, നീ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഈ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് ശുദ്ധ മണ്ടത്തരാണ്. ഇത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആയിക്കോട്ടെ എന്ന് രൂപനും പറയണം. ഇപ്പൊ രൂപൻ പറയണം, ഇതാ ആ കാണുന്ന ചെയറിലേക്ക് അവന്തിക നീ ഒന്ന് ഇരിക്കി. പറഞ്ഞതുപോലെ തന്നെ അവന്തിക അവിടെ പോയിട്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് അവളുടെ കൈ അവിടെ ഉണ്ടായിരുന്ന കസാരയിൽ ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ക്ലോക്ക് ഓൺ ആക്കിയിട്ട് അതിന്റെ ആ ഒരു ശബ്ദത്തിലേക്ക് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. കുറച്ചു നേരം അവൾ അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. പിന്നീട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് മതിയാക്കുന്നു പറഞ്ഞിട്ട് അവളത് അഴിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബീപ്പ് സൗണ്ട് കേൾക്കുകയാണ്. അതായത് അവന്റെ കയ്യിൽ കുറെ മെഷീൻ ഉണ്ടല്ലോ, അതിലേതോ ഒന്ന്, അതായത് ഇവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം അവന് കിട്ടി. എല്ലാവരും അവൻ ഞെട്ടിപ്പോയി, കൂട്ടത്തിൽ അവന്തികയോ. പെട്ടെന്ന് തന്നെ ഒരു മൈക്ക് എടുത്തുകൊണ്ട് രൂപൻ ആ ആത്മാവിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് നിങ്ങളാണോ? അതെ എന്നാണെങ്കിൽ ഒരു തവണ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുക, അല്ല എന്നാണെങ്കിൽ 2 തവണ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെ പല ചോദ്യങ്ങളും രൂപൻ ചോദിക്കുന്നുണ്ടെങ്കിലും ബീപ്പ് സൗണ്ട് ഉണ്ടല്ലോ, അത് പീപ് 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 എന്നിട്ട് പല തവണയായിട്ട് കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ രൂപന് എന്തോ ഒരു സംശയം തോന്നി. നിങ്ങൾ ഇവിടെ എത്ര ആത്മാക്കൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഒരു വട്ടം ബീപ്പ് സൗണ്ട് അടിക്കുന്നുണ്ട്, 2ാമത്തെ വട്ടം ബീപ്പ് സൗണ്ട് അടിക്കുകയാണ്, 3ാമത്തെ വട്ടവും ബീപ്പ് സൗണ്ട് ആയി. ഇത് കേട്ടപ്പോൾ ആരോഗ്യം ഓരോന്നും എണ്ണാൻ തുടങ്ങുകയാണ്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ബീപ്പ് സൗണ്ടുകൾ അങ്ങനെ അടിച്ചോണ്ടേയിരിക്കുകയാണ്. അതായത് ഇവിടെ ഉള്ളത് 1 2 ആത്മാവല്ല, ഒരുപാട് ആത്മാക്കളുണ്ട്. അതുപോലെ രൂപനെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഓണാക്കി വെച്ച ഒരു ക്യാമറയിൽ അവനൊരു കാര്യം കാണുകയാണ്. നേരിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാൽ ആ ക്യാമറയിൽ അവന്തിക ഇരിക്കുന്ന ആ ഒരു ചെയറിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെയർ ഉണ്ട്. അതിൽ ആരോ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ലൈറ്റ് മുഴുവനായിട്ട് ഓഫ് ആവുന്നുണ്ട്. പിള്ളേരൊക്കെ ആകെ പേടിച്ചു പോയിട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ രൂപൻ ഒരു ഇലുമിനേറ്റിംഗ് ലൈറ്റ് കത്തിക്കുന്നുണ്ട്. അവന്റെ ചുറ്റുമാണ് ഇപ്പൊ പിള്ളേരുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റ് ബൾബും പിടിച്ച് ഒരു കുരിശും കയ്യിലും പിടിച്ച് സകലമാന ദൈവങ്ങളെയും പിടിച്ച് അവനങ്ങനെ നടക്കണം. എന്തായാലും ഇതേ നേരം തന്നെ രൂപനും പിള്ളേരും കൂടെ നോക്കുമ്പോൾ അവന്തികയെ കാണാനില്ല. എന്നാൽ ആ ഒരു നേരിയ വെട്ടത്തിൽ അവർ ആ ഒരു കാര്യം കാണുകയാണ്. അവരുടെ ടീച്ചർ അവന്തിക ദാ നേരെ ഈ ഒരു ലൈബ്രറിയുടെ മുകളിലായിട്ട് ഒരു എന്താ പറയാ ഒരു റൗണ്ട് ഷേപ്പിൽ ചില്ലിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെ അവൾ അങ്ങനെ പൊന്തി കിടക്കുകയാണ്. അതിന് പുറമെ ഇവര് നോക്കി നിൽക്കുക, അവൾ താഴേക്ക് വന്നങ്ങ് വീഴുകയാണ്. അതുപോലെ എന്തോ ഒരു ശക്തി അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. രൂപനും ആ പിള്ളേരും അവളെ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കിട്ടിയില്ല. പിന്നീട് തീരെ വയ്യാത്തൊരവസ്ഥയിൽ അവളെ തിരിച്ചു കിട്ടിയാട്ടോ. എന്നാൽ ഒരു വല്ലാത്തൊരു അബോധാവസ്ഥയിലായിരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് വല്ലാത്തൊരു എന്താ പറയാ വയലന്റ് ആയിട്ടുള്ള അവസ്ഥ. അവളെ ബോധം കെടുത്താനായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പിന്നീട് രൂപൻ നേരെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ പ്രിൻസിപ്പൽ പറയുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അതായത് എല്ലാ പ്രശ്നത്തിനും കാരണം അവന്തികയായിരുന്നു. അവളുടെ ദേഹത്ത് എന്തോ ഒരു ബാധ ഉണ്ടായിരുന്നു, അതെന്തായാലും ഇതോടുകൂടെ പോയില്ലേ. സോ കൂടുതലായിട്ട് ഇവിടെ യാതൊരു അന്വേഷണവും വേണ്ട, നിന്റെ പണി കഴിഞ്ഞു, ഇനി നീ ഇവിടുന്ന് പോയിക്കോന്ന് പ്രിൻസിപ്പൽ ഒറ്റ അടിക്ക് നമ്മുടെ രൂപനോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയാണ്. അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ പ്രിൻസിപ്പലും അവിടുത്തെ മാനേജ്മെന്റും ഇവരെല്ലാം മറച്ചു വെക്കുന്നത് പോലെ രൂപന് തോന്നിയാട്ടോ. എന്തായാലും അധിക നാളൊന്നും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രൂപൻ ആകെ കൺഫ്യൂഷനിലാണ്. റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോഴും രൂപൻ ആ ഒരു പഴയ ലൈബ്രറി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ലോടോ ഇതെന്താ അവിടെ നിന്ന് അങ്ങനെ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്, ടങ് 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 എന്നുള്ള ശബ്ദം. അപ്പൊ ആരോഗ്യം പറയാണ്, ശബ്ദോ ഞാൻ കേൾക്കുന്നില്ലല്ലോ. അപ്പോഴാണ് രൂപൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ പഴയ ലൈബ്രറി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന ആ ഒരു മണിനാദം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം അത് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ രൂപന് മാത്രമാണ്. ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. പിന്നീട് ആ ലൈബ്രറിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപൻ അവന്റെ ഒരു സുഹൃത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ സുഹൃത്ത് ഈ ലൈബ്രറിയെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ച് ചില രഹസ്യങ്ങൾ മനസ്സിലാക്കി ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ രൂപനോട് പറയാണ്. രൂപ, ഒരിക്കലും ഇതൊരു ലൈബ്രറി അല്ല, ഇത് മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടി പണിത് ഉയർത്തിയതാണ്. അതായത് നീ ആ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒന്ന് നോക്കിയേ, അതിന്റെ ആ ഒരു ജനാലയിലെ സിമ്പിൾ ഒന്ന് നോക്കിയേ, ഒരു ഡോം, അതായത് ഒരു ഉണ്ട ആകൃതിയിലുള്ള അതിന്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു തൂണുകള്, ചുമരിൽ വെച്ച ചിത്രങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പണ്ടൊരു ചർച്ച് ആയിരുന്നു, ഒരു പള്ളി. അതുപോലെ തന്നെ അവിടുന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദം, ആ ശബ്ദത്തിലൂടെ ആരോ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. രൂപൻ, നിന്നെ കൊണ്ട് മാത്രമേ അതാരാണെന്നും അവരെന്താണെന്ന് നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നീട് അങ്ങോട്ടേക്ക് രൂപൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ശബ്ദത്തിന്റെ പിന്നാലെയായിരുന്നു. അവന്റെ കയ്യിലുള്ള ഡിവൈസുകളെ കൊണ്ടൊന്നും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രൂപൻ അവന്റെ ആ ഒരു ടാലന്റ് ഉപയോഗിക്കുകയാണ്. സംഗീതം പോലെയുള്ള എന്തോ ഒന്നായിരുന്നു അത്. അങ്ങനെ അവന്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ കേട്ട ആ ഒരു സംഗീതം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മ്യൂസിക്കൽ നോട്ട് അവൻ എഴുതി ഉണ്ടാക്കുകയാണ്. എന്നാൽ ഏതാണ് ആ ഒരു പാട്ട്, എന്താണ് ആ ഒരു പാട്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഒരു ഫാദറിന്റെ അടുത്തേക്ക് ആ മ്യൂസിക്കൽ നോട്ടുമായിട്ട് അവൻ ചെല്ലുന്നുണ്ട്. ഫാദർ ആ ഒരു മ്യൂസിക്കൽ നോട്ട് അതിലേക്ക് കുറച്ചു നേരം നോക്കുന്നുണ്ട്. എന്നിട്ട് രൂപനോട് നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ രൂപൻ പറയാണ്, ഞാൻ വരുന്നത് ആ ഒരു ഹോളി ഏഞ്ചൽ കോളേജ് ഉണ്ടല്ലോ അവിടുന്നാണ്. ഇത് കേട്ട പാടിന് ഫാദറിന് ആകെ ദേഷ്യം വരികയാണ്. ആ സാത്താൻ ചെകുത്താൻ പിടിച്ച സ്ഥലത്തുനിന്നോ, ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ നിന്നോടൊന്ന് സംസാരിക്കാൻ വരെ ഞാൻ നിൽക്കില്ലായിരുന്നു. ഇതും പറഞ്ഞ് ഫാദർ അവിടുന്ന് പോകുന്നുണ്ട്. ശപിക്കപ്പെട്ട മനുഷ്യന്മാർ, ഈ ലോകത്തെ യുവന്മാരൊക്കെ കൂടി ഇല്ലാതാക്കുന്ന എന്തൊക്കെയോ പുറപുറത്തുകൊണ്ടാണ് ഈ ഫാദർ അവിടുന്ന് പോകുന്നത്. എന്തായാലും ഇനി എന്ത് ചെയ്യുമെന്ന ആ ഒരു കൺഫ്യൂഷനിൽ നമ്മുടെ രൂപൻ കാറിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ ഈ കാറ് തന്നാലെ കത്തുന്നതും ഓഫ് ആവുന്നതുമായിട്ട് രൂപൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ഇൻഡിക്കേറ്റർ തനിയെ ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. അതായത് ഏതോ ഒരു ശക്തി അവന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. രൂപൻ കാർ ഓണാക്കി പതിയെ കാർ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. വലത്തോട്ട് തിരിക്കേണ്ട സമയമാകുമ്പോൾ ഇൻഡിക്കേറ്റർ വലത്തോട്ട് ഓണാവും, ഇടത്തോട്ട് തിരിയേണ്ട സമയമാകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടത്തോട്ട്
ഷോട്ട് ഓൺ ആവും. അങ്ങനെ പോയി അവസാനം നമ്മുടെ രൂപൻ ഒരു കാട്ടിലെത്തുകയാണ്. ആ കാട്ടിൽ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ വൃദ്ധന് ഈ മ്യൂസിക്കൽ നോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപാട് തന്നെ അയാൾക്ക് അതെന്താണെന്ന് മനസ്സിലായി. ഇത് ഞങ്ങളുടെ മേഡം ഡയാന എഴുതിയുണ്ടാക്കിയ ഒരു മ്യൂസിക്കാണ്. ആരാണ് ഈ ഡയാന എന്ന് രൂപൻ ചോദിച്ചപ്പോൾ അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഹോളി ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അതിന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഡാനിയൽ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡോക്ടർ ഡയാന. അവരിനി എന്തൊക്കെ വലിയ ഡോക്ടർ ആണെങ്കിലും ഞായറാഴ്ച അവർ കറക്റ്റായിട്ട് പള്ളിയിലേക്ക് എത്തും. അവരുടെ വായിൽ നിന്നും മധുരമായിട്ടുള്ള ഈ സംഗീതം വരും. ഈ ഡോക്ടർ ഡയാന ഉണ്ടല്ലോ, അവരുടെ ലൈഫിൽ യാദൃശികമായിട്ടൊരു കാര്യം സംഭവിച്ചു. ഒരു ദിവസം രാവിലെ ചർച്ചിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ചൊരു കുഞ്ഞിനെ അവർക്ക് കിട്ടി. ആരോ ഉപേക്ഷിച്ച് പോയതാണ്. എന്നാൽ അന്ന് ആ ഒരു കുഞ്ഞിനെ അവർ ഏറ്റെടുത്തു. അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ വീണ്ടും അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചർച്ച് അത് അവരുടെ തന്നെയായിരുന്നു. അത് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചായി മാറ്റി. ഒരുപാട് കുഞ്ഞുങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. എല്ലാ കുട്ടികൾക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാത് കേൾക്കാൻ പറ്റില്ല, കൈക്ക് സ്വാധീനം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ അവസാനം അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നു കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് മുഴുവനായിട്ടും ആ ഡോക്ടർ ഡയാന അമ്മയായിട്ട് മാറി. അങ്ങനെ അവര് മദർ ഡയാന എന്നറിയപ്പെട്ടു. ആ ഒരു കുഞ്ഞുങ്ങൾക്കെല്ലാം ദേഷ്യവും സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് സംസാരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ കൈകളൊക്കെ ഇട്ട് അടിച്ച്, നോർമൽ ആയിട്ടാണെങ്കിൽ പതിയെ അടിക്കും. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവരുടെ കൈകളിട്ട് അടിക്കും. അപ്പൊ അവരൊന്ന് ശാന്തമാക്കാനായിട്ട്, കൂളാക്കാനായിട്ട് ഡോക്ടർ ഡയാന അവരുണ്ടാക്കിയ ഒരു മാജിക്കൽ മ്യൂസിക്കാണ് നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മ്യൂസിക്കിന്റെ നോട്ടാണിത്. ശരിക്കും ആ ഒരു സംഗീതത്തിന് ആ ഒരു കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താനും അല്ലെങ്കിൽ അവരെ ശാന്തരാക്കാനുള്ള വല്ലാത്തൊരു മാജിക്കൽ പവർ ഉണ്ടായിരുന്നു. അപ്പൊ രൂപൻ ചോദിക്കുകയാണ്, അപ്പൊ ആ ഒരു സ്ത്രീയാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ സാത്താൻ എന്ന് വിളിക്കുന്നത്? ഇപ്പൊ ഈ ഒരു വൃദ്ധം പറയാണ്, സാത്താനോ? അതാ വിളിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലാണ് സാത്താൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു സാത്താൻ അങ്ങോട്ടേക്ക് വന്നു. ആ ഒരു പുണ്യാശ്രമത്തിലേക്ക് ഒരു മഹാമാരിയുടെ രൂപത്തിൽ. അന്ന് അവിടെ ഉണ്ടായിരുന്ന 42 കുഞ്ഞുങ്ങളെ അന്ന് ആ മഹാമാരി കൊണ്ടുപോയി. ഓരോ കുഞ്ഞുങ്ങളും രോഗത്താൽ മരണപ്പെട്ടു പോയി. അത് നോക്കി നിൽക്കാൻ മാത്രമേ ഡോക്ടർ ഡയാനയ്ക്ക് കഴിഞ്ഞുള്ളൂ. നെഞ്ചി പിടഞ്ഞുകൊണ്ട് ഓരോ കുഞ്ഞിനോടും അവർ യാത്ര പറഞ്ഞു. പിന്നീട് രൂപനെയും കൂട്ടി ആ ഒരു വൃദ്ധൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, കാടിന്റെ ഒരു ഭാഗത്തേക്ക്. അവിടെ 42 ശവക്കല്ലറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 42 ശവപ്പെട്ടികൾ ഉണ്ടാക്കിയതും ഈ വൃദ്ധൻ തന്നെയായിരുന്നു. ഡോക്ടർ ഡയാനയുടെ സഹായിയായിട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആള് തന്നെയാണ് ഈ ഒരു വൃദ്ധൻ. എന്നാൽ നമ്മുടെ രൂപന് എന്തോ ഒരു സംശയം. ഈ 42 കുഞ്ഞുങ്ങൾ മരിച്ചത് മഹാമാരി അല്ലെങ്കിൽ ഒരു രോഗം വന്ന് തന്നെയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കുഴി തോണ്ടണം എന്ന് പറയാണ്. എന്നാൽ ആ വൃദ്ധൻ ചോദിക്കുകയാണ്, അത് വേണം, ഒരുപാട് അനുഭവിച്ചല്ല ആ കുഞ്ഞുങ്ങൾ പോയത്, ഇനിയും അവരോട് നമ്മൾ ഈ ഒരു വൃത്തികെട്ട പരിപാടി കാണിക്കണം. എന്നാൽ ഈ സമയത്ത് രൂപൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവർക്ക് രോഗം വന്നാ മരിച്ചെന്ന്? രോഗം വന്നാണ് ആ ഒരു കുഞ്ഞുങ്ങൾ മരിച്ചതെങ്കിൽ ഈ 42 കുഞ്ഞുങ്ങളുടെ ആത്മാവ് എന്തിനാണ് തിരിച്ചു വന്നത്? ഇത് കേട്ടിട്ടുണ്ടല്ലോ ആ വൃദ്ധനാകെ ഞെട്ടിപ്പോവാണ്. അതുപോലെ ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. സോ കഥ നല്ല രസത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. എന്തായാലും ആ ഒരു വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ രൂപനും ആരോഗ്യവും അവിടുന്ന് തിരിച്ചു പോകണം. എന്നാൽ ഇപ്പോഴും രൂപന് മനസ്സിലാവാത്ത കാര്യം, എന്തിനാണ് 32 വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയ ഈ 42ഓളം കുട്ടികളുടെ ആത്മാവ് തിരിച്ചു വന്നതെന്ന്, എന്തിനാണ് അവർ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന്. എന്തായാലും ഇതിനുശേഷം ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. ഉൾക്കാഴ്ചയിലൂടെ ഇവിടെ നടക്കുന്ന അമാനുഷികമായ പല കാര്യങ്ങളും ഈ സ്ത്രീ കാണുന്നുണ്ട്. പക്ഷെ ഇവരാരാണെന്നോ ഇവരാർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്നോ ഒന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഇതിനുശേഷം രൂപൻ ഇപ്പോ നമ്മുടെ അവന്തികയെ കാണാൻ പോയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവൾക്കും ഒരു വിശ്വാസമൊക്കെ പായിട്ടുണ്ട് കേട്ടോ. സോ ആ ഒരു സമയത്ത് അവന്തികയുടെ രൂപം പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ മുത്തശ്ശിയുടെ കഥകളൊക്കെ കേട്ടിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അല്ല കാരണം. എന്റെ 6ാമത്തെ വയസ്സിൽ എന്റെ അമ്മ അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കൊരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംഗീതം അത് അമ്മയുടെ കൈകളിൽ നിന്നും വായിൽ നിന്നും വരുമായിരുന്നു. പക്ഷേ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയെ നോക്കാനായിട്ട് എന്നെയായിരുന്നു അച്ഛനെ ഏൽപ്പിച്ചത്. അങ്ങനെ എനിക്കൊരു ദിവസം വീട്ടിൽ ആരുമില്ല. അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് അച്ഛൻ പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് ആ ഒരു മ്യൂസിക്കിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് തവണ അമ്മ എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ ഞാനത് കേട്ടില്ല. പാട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന എന്റെ അമ്മയാണ് കണ്ടത്. അന്ന് ഉപേക്ഷിച്ചതാണ് ഞാൻ എന്റെ മ്യൂസിക്. പിന്നീട് ഞാൻ എന്റെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു. മുത്തശ്ശിയായിരുന്നു എന്നെ നോക്കിയത്. എനിക്ക് എന്റെ അമ്മയെ വളരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം എന്റെ അരികിൽ എന്റെ അമ്മ വന്നിരുന്നു എന്നെ തലോടി എനിക്കൊരു ചുംബനം തന്ന പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നപ്പോൾ അമ്മ എന്റെ അരികിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മ തന്ന ആ ഒരു മുത്തം, അതിന്റെ ആ ഒരു ഈർപ്പം, അമ്മയുടെ ആ ഒരു ഗന്ധം ഇത് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന ആൾക്കാർ അവര് പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവില്ല. എല്ലാ കാര്യങ്ങളൊന്നും അന്ധവിശ്വാസമല്ല. നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അവന്തിക. ഇതെല്ലാം കേട്ടപ്പോൾ അവന്തികക്കും എന്തോ രൂപനോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നുകയാണ് കേട്ടോ. അവന്റെ ഷോൾഡറിലും തലവെച്ച് അവൾ അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും രൂപം പറയാണ്, നീ കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കുക, ഞാൻ ഈ സോഫയിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് രൂപൻ അവിടെ പോയിരിക്കുന്നുണ്ട്. അതിനു മുന്നേ അവന്റെ ഫോൺ എടുത്ത് റെക്കോർഡർ ഓൺ ആക്കി വെക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ അതിൽ റെക്കോർഡ് ആകാൻ വേണ്ടി. ഇതിനുശേഷം ആ ഒരു വൃദ്ധനെ കാണിക്കുകയാണ് കേട്ടോ. ഇയാൾക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ, അതായത് രൂപൻ പറഞ്ഞതുപോലെ ഈ കുട്ടികൾ ശരിക്കും രോഗം ബാധിച്ചാണോ മരിച്ചത് അതറിയാനായിട്ട് ഈ വൃദ്ധൻ അതിലൊരു ശവക്കുഴി തോണ്ടുകയാണ്. എന്നാൽ അതിൽ നിന്നും ഈ വൃദ്ധന് കിട്ടിയത് ഒരു കുപ്പി, അതിലൊരു ചത്ത പാമ്പ്, ഒരുമാതിരി മഞ്ഞ കളറുള്ള ഒരു വെള്ളവും. അയാൾ അത് ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം തന്നെ അയാളുടെ അരികിലേക്ക് എന്തോ ഒന്ന് വരുന്നുണ്ട്. മിക്കവാറും ആ വൃദ്ധൻ മരിച്ചിട്ടുണ്ടാവും. ഇതിനുശേഷം വീണ്ടും നമ്മുടെ അവന്തികയെ കാണിക്കുകയാണ്. അവൾ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ അവളുടെ ഉള്ളിലേക്ക് മറ്റാരും
വന്നു പോയതുപോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. ആ ശബ്ദം കേട്ട് രൂപനും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ വന്നു പോയ ആ ഒരു രൂപം അത് ശരിക്കും ഡോക്ടർ ഡയാനയുടെ. എന്നാൽ അതിനുശേഷം സ്വബോധം തിരിച്ചു കിട്ടിയ നമ്മുടെ അവന്തികയുണ്ടല്ലോ, അവളുടെ കഴുത്തിലെ ആ ഒരു എന്താ പറയാ കഴുത്തുളിക്കാനെ വെക്കുന്ന ആ സാധനമില്ലേ, എനിക്ക് അതിന്റെ പേരറിയില്ല, അതെല്ലാം ഒരു മാറ്റിയാണ്. പെട്ടെന്ന് അവന്തികയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നു. രൂപനോട് പറയുന്നുണ്ട്, രൂപ ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അവർ ഞാനാണ് അവരെ ട്രീറ്റ് ചെയ്തത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ മുകളിലെ ICU, അതായത് ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അവിടെയാണ് അവരെ വെച്ച് ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ രൂപനും അവന്തികയും കൂടെ 2 പേരും നേരെ ആ ICUലേക്ക് ചെല്ലുകയാണ്. പോകുന്ന സമയത്ത് തന്നെ രൂപൻ അവിടെ ഫോൺ ഓണാക്കി വെച്ച് അവിടെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ആ ശബ്ദം അവന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പറയാണ്. എന്തായാലും അധികം വൈകാതെ രൂപനും അവന്തികയും കൂടി ഇപ്പൊ ആ ഒരു ICU ഉള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അവിടെ അങ്ങനെ ഒരു ICU ഇല്ല. പെട്ടെന്ന് അവിടുത്തെ ആ ഒരു ലൈറ്റ് എല്ലാം മിന്നി മറിയാണ്. ഒരു ഭാഗത്തെ ലൈറ്റ് മാത്രം കത്തുന്നുണ്ട്. അതായത് ആരോ ഒരാൾ ഇവർക്ക് വഴി കാണിക്കുകയാണ്. ആ കാണിച്ച വഴിയിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ അവന്തിക ഇതുവരെ കാണാത്ത ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്നു ഇവരെ 2 പേരെയും ഞെട്ടിച്ച ആ ഒരു കാര്യം, അതായത് ഡോക്ടർ ഡയാന അവരിപ്പോഴും മരിച്ചില്ല, കോമാവസ്ഥയിൽ തന്നെ അവിടെ കിടക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ അവന്തികയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. 2 വർഷം മുന്നേ ഈ ഒരു പേഷ്യന്റ്, ഇവരുടെ പേര് ജെനിഫർ ഫെർണാണ്ടസ്, ഇവർക്ക് 5 വർഷമായിട്ട് കോമയായിരുന്നു. പെട്ടെന്ന് കോമയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ കാര്യം അവന്തികയാണ് മെയിൻ ആയിട്ടുള്ള ഡോക്ടറോട് പോയി പറഞ്ഞത് തന്നെ. എന്നാൽ ആ ഒരു പ്രധാനിയായിട്ടുള്ള ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കോമാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ ഒരു സ്ത്രീക്ക്, അതായത് ജെനിഫർ ഫെർണാണ്ടസിന് വീണ്ടും മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി ആ ഒരു ഡോക്ടർ പറഞ്ഞു. അവന്തിക അതിന് സമ്മതിച്ചില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ, എന്തിനിങ്ങനെ ചെയ്യേണ്ട ആവശ്യം. അവൾ എതിർത്തത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്കിൽ നിന്നും അവളെ മാറ്റി പകരം വേറെ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നു. ആരൊക്കെയാണ് ആ ഒരു ഡോക്ടേഴ്സ് എന്ന് ആ ഒരു ലിസ്റ്റ് ഇവര് പരിശോധിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് കേട്ടോ. ഒന്ന് ശ്വേത, ഒന്ന് മുകേഷ്, ഒന്ന് ദീപിക. അതായത് 5 വർഷത്തെ ആ ഒരു കോമാവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ ജെനിഫർ ഫെർണാണ്ടസ് എന്ന ആ സ്ത്രീക്ക് വീണ്ടും കോമാവസ്ഥയിലേക്ക് തന്നെ കിടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കണ്ണ് തുറക്കാതിരിക്കാൻ വേണ്ടി അനസ്തേഷ്യ കൊടുത്ത 3 ഡോക്ടേഴ്സാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് രൂപൻ അവന്തികയോട് ഒരു കാര്യം പറയുന്നത്. അവന്തിക, നീ വിചാരിക്കുന്ന പോലെ ഈ പേഷ്യന്റിന്റെ പേര് ജെനിഫർ ഫെർണാണ്ടസ് എന്നല്ല. അവർ കോമയിലായിട്ട് 5 വർഷമല്ല 32 വർഷമായിട്ടുണ്ട്. ഇവിടെ നടന്ന ഈ കൊലപാതകങ്ങൾ അത് മുഴുവൻ ചെയ്തത് അത് മറ്റാരുമല്ല, ഈ കിടക്കുന്ന ഡോക്ടർ ഡയാന, അവരുടെ ആത്മാവാണ്. അതായത് കോമാവസ്ഥയിൽ എന്ന് പറഞ്ഞ് ഇവിടെ കിടത്തിയിരിക്കുന്ന ഈ സ്ത്രീ ഡോക്ടർ ഡയാന, അവർക്ക് ഇപ്പൊ ജീവനില്ല. എന്നാൽ ആ ഒരു കാര്യം വിശ്വസിക്കാൻ മാത്രം നമ്മുടെ അവന്തികയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. അതേ നേരം തന്നെ ഒരു സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരികയാണ്. രൂപനെയും അവന്തിയും പിടിക്കുന്നുണ്ട്. അധികം വൈകാതെ രൂപനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടുത്തെ ഒരു SI ഉണ്ടല്ലോ, അയാൾക്ക് ഓൾറെഡി നമ്മുടെ രൂപനോട് വലിയ താല്പര്യമില്ല. നന്നായിട്ട് രൂപനിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രൂപൻ പറയുന്നത്, സാറേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ അവർ കോമാവസ്ഥയിലാന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, നിങ്ങൾ അത് കണ്ടുപിടിക്കുക സാറേ. എന്നാൽ SI ആണെങ്കിലും നമ്മുടെ രൂപന്റെ ചകടക്ക് നോക്കി ഒരൊറ്റ അടിയും കൊടുത്തിട്ട് തൊള്ള പൊട്ടി മിണ്ടാതിരിക്കണമെന്ന് പറയണം. എന്നാൽ അടി കിട്ടിയ രൂപനല്ല, ഈ ഒരു SIയുടെ ചെവി കിടന്ന് കൂക്കാൻ തുടങ്ങുകയാണ്. ഇയാൾ എന്തൊക്കെയായിട്ട് നേരെ ബാത്റൂം പോവാണ്. പിന്നെ അവിടുന്ന് SIയുടെ ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. അടുത്ത സീനിൽ SIയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇയാളുടെ ചെവിയുടെ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. കേൾക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ ശബ്ദം അയാൾ കേട്ടു എന്നൊക്കെ ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ രൂപൻ ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ടേക്ക് വെച്ചല്ലോ, അതായത് ഡോക്ടർ ഡയാന അവർ മരിച്ചു കഴിഞ്ഞു, ചുമ്മാ അവര് കോമാവസ്ഥയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഓഫീസർ വരുന്നുണ്ട്. ആ ഓഫീസർ പിന്നീട് പ്രിൻസിപ്പാളോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ ഡയാനയുടെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ ഡാനിയൽ, അവരോടൊന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. കാരണം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അത് അയാൾ വഴി തന്നെ അറിയണം. ഈ സമയത്ത് പ്രിൻസിപ്പൽ പറയാണ്, എന്റെ പൊന്നു സാറേ ഡോക്ടർ ഡാനിയൽ, അദ്ദേഹം ഇങ്ങോട്ടേക്ക് അങ്ങനെ വരുമൊന്നുമില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ ലണ്ടനിലാണ്, വളരെ തിരക്കിട്ട ഒരു ലൈഫാണ്. ഇനിയിപ്പോൾ അയാൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ തന്നെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഞാൻ മരിക്കണം. ഇത് കേട്ടപ്പോൾ ആ ഒരു ഓഫീസർ അവിടുന്ന് ഒരു ചിരിയും ചിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യം മറ്റാരോ കേട്ടിട്ടുണ്ട്. ആരായിരിക്കും കൊലപാതകങ്ങൾ നടത്തുന്ന ആ ആത്മാവ് തന്നെ. പിന്നെ അധികം വൈകിയില്ല, ആ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന പ്രിൻസിപ്പൽ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ മരണപ്പെടുകയാണ്. ഈ മരണപ്പെടുന്ന ആ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ കൈയും കാലെല്ലാം വളഞ്ഞു പോയി. ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും ശബ്ദം ഇവരുടെ ചെവിയിലേക്ക് കയറിയാണ് മരണപ്പെടുന്നത്. ഇതേ നേരം തന്നെ കാട്ടിൽ ആ ഒരു വൃദ്ധനുണ്ടല്ലോ, അതായത് 42 പിള്ളേരെയും അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്നായ ആൾ, അയാളെ കാണാനായിട്ട് രൂപൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ പോയി നോക്കുമ്പോൾ ഒരു കുരിശിന്റെ മുകളിൽ മരിച്ചു കിടക്കുന്ന വൃദ്ധനെയാണ് കാണുന്നത്, അയാളുടെ കയ്യിൽ ആ ഒരു ബോട്ടിലും. ഇത് കണ്ടപ്പോൾ രൂപൻ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇയാളെ കൊന്നത് ആത്മാക്കളല്ല, ഈ കുട്ടികളെ തേടി ആരെങ്കിലും ആ ഒരു കല്ലറയിലേക്ക് വന്നാൽ അവർക്കുള്ള ട്രാപ്പായിട്ട് വെച്ചതായിരുന്നു ആ ഒരു ബ്ലാക്ക് മാജിക്, ആ ഒരു പാമ്പിന്റെ ഒരു ബോട്ടിലുണ്ടല്ലോ അത് തന്നെ. സോ ഈ വൃദ്ധൻ ആ ഒരു കുഴി തോണ്ടി ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള ആ ഒരു ബോട്ടിലെടുത്തു. അതുവഴിയാണ് ശരിക്കും ഈ വൃദ്ധൻ മരണപ്പെട്ടത്. അതായത് ഒരിക്കലും ഈ ഒരു കുട്ടികളുടെ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ അവരെ തേടിയോ ആരും വരാൻ പാടില്ല എന്ന വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ട് ആരോ ഒരാൾ ഇത് ചെയ്തതാണ്. എന്തായാലും അവിടുത്തെ ആ ഒരു പ്രിൻസിപ്പൾ മരണപ്പെട്ടതുകൊണ്ട് തന്നെ അയാൾ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള ഡോക്ടർ ഡാനിയൽ ഇപ്പോൾ ഈ മൂന്നാറിലേക്ക്, അതായത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ ഡാനിയലിന്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ ഡയാന അവർ ഇനി അധികകാലം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കോമാവസ്ഥയിൽ നിന്നും അവരെ റിമൂവ് ആക്കി, അതായത് മരണത്തിന് അവരെ വിട്ടുകൊടുക്കാം. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഡോക്ടർ ഡാനിയലിനോട് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്ടർമാർ. അതായത് ഡോക്ടേഴ്സ് എല്ലാം ഇപ്പോഴും പറയുന്നത് ഡോക്ടർ ഡയാന ജീവനോട് ഉണ്ടെന്നാ. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ രൂപന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ വിശ്വാസങ്ങൾക്കെല്ലാം എതിരായിരുന്നു ആ ഒരു കാര്യം. ഒരിക്കലും ഡോക്ടർ ഡയാന ജീവിച്ചിരിക്കില്ല. എന്നാൽ പെട്ടെന്നാണ് മറ്റൊരു കാര്യം അവന് ഓർമ്മ വന്നത്.
അതായത് രണ്ട് സാധ്യതകളുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഡയാനയുടെ ഉള്ളിൽ നിന്നും അവളുടെ ആ ഒരു ആത്മാവ് പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഡയാനയുടെ ആത്മാവ് എപ്പോഴും പോവാതെ ഇടക്ക് പോകും ഇടക്ക് വരും. ആ ഒരു അവസ്ഥയിൽ അതായത് ഡയാനയുടെ ആത്മാവിന് ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവണം. ആ ഒരു കാര്യം വേഗം തന്നെ രൂപൻ ഇപ്പോൾ അവന്തികയോട് വിളിച്ച് പറയാണ്. മാത്രമല്ല ഡോക്ടർ ഡയാന അവരുടെ ആ ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, അതായത് അവരുടെ ആത്മാവ് കുറച്ചു നേരം പുറത്തേക്ക് പോയ സമയത്ത് 32 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ആ 42 കുട്ടികളുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ടാവണം. പിന്നീട് ആ കുട്ടികളുടെ കൂടെ തന്നെ അവരുടെ കൂടെ തന്നെയായിട്ട് അവർ ഇരുന്ന് പോയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഡയാന അവര് മരണപ്പെട്ടിട്ടില്ല, അവര് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, തിരിച്ചു കൊണ്ടുവരണം. കാരണം ഒരുപാട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത്താണിയായി മാറേണ്ട അല്ലെങ്കിൽ ഒരമ്മയായി മാറേണ്ട ആളാണ് ഡോക്ടർ ഡയാന. അവരെന്തായാലും തിരിച്ചു വരണം. അപ്പൊ എന്തോ ഒരു കാരണത്താൽ ഡോക്ടർ ഡയാന തിരിച്ചു വരുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ ഒരു ആത്മാവിനെ അവരുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റണം. അതിനായിട്ട് ഡയാനയുടെ ആ ഒരു എന്താ പറയാ കോമാവസ്ഥയിൽ കിടക്കുന്ന ബോഡിയെ ഇവിടെ നിന്നും ലൈബ്രറിയിലേക്ക് മാറ്റിയേ മതിയാവുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ഡയാനയുടെ ശരീരത്തിൽ നിന്നും അവരുടെ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡയാന മരണപ്പെട്ടോടെ, ഇനിയിപ്പോൾ അവളെ കോമാവസ്ഥയിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. എന്നാൽ അത് ചെയ്യാനായിട്ട് വന്ന ആ ഒരു ഡോക്ടർ ഇത്രയും കാലം ഡയാനയുടെ എല്ലാ കാര്യങ്ങളും, അതായത് അവർക്ക് ബോധം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ ഡോക്ടറായിരുന്നു. ഇയാൾ തന്നെയാണ് ഈ ഡയാനയുടെ എല്ലാ ഓക്സിജനും ബാക്കിയുള്ള കാര്യങ്ങളും മൂരിയിട്ട് അവരെ കൊല്ലാൻ പോകുന്നത്. പെട്ടെന്ന് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്, പേര് ഡയാന. ആകെ പേടിച്ചു പോയ ഈ ഡോക്ടർ ഉണ്ടല്ലോ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. കുറെ നേരം ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ വല്ലാത്തൊരു ശബ്ദമാണ്, എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല, ഠേ എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ചില്ലില് ഒരു എന്താ പറയാ കട്ട രക്തം വന്ന് അടിക്കുകയാണ്. അതായത് ബാക്കിയുള്ളവർ മരിച്ചതുപോലെ ഉള്ളുന്ന് പൊട്ടിയല്ല, തല തന്നെ പൊട്ടിത്തെറിച്ചാണ് ഈ ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഡോക്ടർ മരണപ്പെട്ടതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് രൂപനും അവന്തികയും വരുന്നത്. അവര് വേഗം തന്നെ ഡോക്ടർ ഡയാനയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോവാണ്. കാരണം അവിടെയാണ് ആ ഒരു കുട്ടികൾ ഉള്ളത്, ആ കുട്ടികളുടെ ആത്മാവുള്ളത്. ആ കുട്ടികളുടെ ആത്മാവ് ഉള്ളിടത്ത് തന്നെയാണ് ഈ ഡോക്ടർ ഡയാനയുടെ ആത്മാവ് ഉണ്ടാവുക. സോ അവരുടെ ആ ഒരു ബോഡി അവിടെ കൊണ്ടു വെക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് രൂപൻ സംസാരിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഡോക്ടർ ഡയാന നിങ്ങൾ തിരിച്ചു വാ, തിരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി, നീതി കിട്ടേണ്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവർക്കെല്ലാം അമ്മയായിട്ട് നിങ്ങൾ തിരിച്ചു വാ. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഡയാനയുടെ ആത്മാവ് കേൾക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ആ ഒരു ശരീരത്തിലേക്ക് വന്ന് കയറാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു കുട്ടികളുടെ ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിടിച്ചു വെച്ചിരിക്കാന്നല്ല, ഒരമ്മയെ പോലെ അമ്മയുടെ കൈ പിടിക്കുന്നത് പോലെ ആ കുട്ടികളുടെ ആത്മാവ് അവളുടെ കൈ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡയാനയുടെ ആത്മാവ് ആ ശരീരത്തിൽ കയറാതെ തിരിച്ചു പോകും. ഇതേ നേരം രൂപന്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്. കൂട്ടുകാരൻ പറയുന്നൊരു കാര്യം, അതായത് ഒരു ശബ്ദം റെക്കോർഡ് ചെയ്ത് അത് രൂപൻ അവന്റെ കൂട്ടുകാരൻ അയച്ചായിരുന്നല്ലോ, അത് ഡീകോഡ് ചെയ്തപ്പോൾ ആ കൂട്ടുകാരന് കിട്ടിയ റിസൾട്ട് അതൊരു പേരായിരുന്നു. അതൊരു സ്ത്രീയുടെ പേരാണ്, നാൻസി ഡാനിയൽ. യെസ്, ഈ കഥയിലെ യഥാർത്ഥ സാത്താൻ പഴയ നടിയായിട്ടുള്ള ലൈല ഉണ്ടല്ലോ, അവരാണ് ഈ വേഷം ചെയ്തിരിക്കുന്നത്. അതായത് ഡോക്ടർ ഡാനിയലിന്റെ രണ്ടാമത്തെ ഭാര്യ നാൻസി ഡാനിയൽ. ഇതിനുശേഷം ഡോക്ടർ ഡാനിയലിനെ കാണിക്കുകയാണ്. അവരുടെ അരികിലേക്ക് നാൻസി വരുന്നുണ്ട്. എന്നാൽ ഡോക്ടർക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ചർച്ചിൽ സംഭവിച്ചത് എന്താണെന്ന്, അയാളുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ഡയാനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഇതൊന്നും ഡാനിയലിന് അറിയില്ല. അന്ന് ശരിക്കും സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ചർച്ച് അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അനാഥാശ്രമം പോലെ മാറ്റിയല്ലോ. ആ കുട്ടികളെ സൗണ്ട് തെറാപ്പിയിലൂടെ തന്നെ നമ്മുടെ ഡയാന പതിയെ പതിയെ മാറ്റിയെടുത്തായിരുന്നു. ഇതെല്ലാം കണ്ട് അസൂയ പൂണ്ട് നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, അന്ന് അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു ഡോക്ടറായിട്ടുള്ള നാൻസി ഡാനിയൽ. നമ്മുടെ ഡയാന നല്ല രീതിയിൽ ഒരു ശബ്ദത്തിലൂടെ കുട്ടികളെ സൗണ്ട് തെറാപ്പി ചെയ്യാൻ ഉദ്ദേശിച്ച സമയത്ത് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാൻസി ഇതിനെ ഉപയോഗിച്ചു. ഡയാന പോലും അറിയാതെ ഇവിടെയുള്ള ഓരോ കുട്ടികളുടെയും ദേഹത്ത് കുറച്ചധികം വളരെ പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു കുട്ടികളുടെ ദേഹത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതായത് എലികളിലും പൂച്ചകളിലും ഒക്കെ ഇങ്ങനെ പരീക്ഷണം നടത്തില്ലേ, അതുപോലെ ആ കുട്ടികളുടെ ദേഹത്ത് പരീക്ഷണം നടത്തി. അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത അത്ര പവറുള്ള ശബ്ദം അവരുടെ ചെവിയിലേക്ക് അടിച്ചു കയറ്റി. പാവം ആ ഒരു കുഞ്ഞുങ്ങളെല്ലാം മരണപ്പെട്ടു പോയത് സഹിക്കാൻ കഴിയാത്ത ആ ഒരു ശബ്ദം കേട്ട് കേട്ട് തലച്ചോറ് പൊട്ടിയിട്ടാണ്. ആ ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നാൻസിക്ക് യാതൊരു മടിയില്ലായിരുന്നു കേട്ടോ. അവൾക്ക് അവളുടെ ആ ഒരു നല്ല റിസൾട്ട് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ 41 കുട്ടികളെയും അവൾ കൊന്നു കഴിഞ്ഞു. എന്നാൽ അവസാനത്തെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അത് ആ ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ഡയാൻ അത് കണ്ടുപിടിച്ചു. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവൾ ചെയ്ത, അതായത് നാൻസി ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും രഹസ്യം എടുത്തുകൊണ്ട് ഡയാൻ അവിടുന്ന് പോകുമ്പോൾ നാൻസി അവളെ പിടിക്കുകയാണ്. ഒരു ഗിറ്റാർ ഉപയോഗിച്ച് ഡയാനയുടെ തലക്ക് അടിച്ച് അവളെ കോമാവസ്ഥയിൽ കിടന്നുണ്ട്. മാത്രമല്ല ആ ഒരു കുഞ്ഞിനെ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒരിക്കലും ബാക്കി ആരും തേടി വരാതിരിക്കാനായിട്ട് ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു മന്ത്രവാദിയുടെ അടുക്ക് നാൻസി പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ശവക്കല്ലറയിൽ ഇതുപോലെ ബ്ലാക്ക് മാജിക്കും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കല്ലറ തുറന്ന സമയത്ത് നമ്മുടെ ആ ഒരു വൃദ്ധനുണ്ടല്ലോ അയാൾ മരണപ്പെട്ടു പോയത്. ഈ കാര്യങ്ങളൊന്നും ഡോക്ടർ ഡാനിയലിന് അറിയില്ലായിരുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ രണ്ടാമത്തെ ഭാര്യ അതൊരു സാത്താനാണെന്നുള്ള കാര്യം. എന്തായാലും രഹസ്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇയാളെ ഇനി ജീവനോടെ വെക്കേണ്ട കാര്യമില്ല. ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് അവിടെ വെച്ചിട്ട് ഡോക്ടർ ഡാനിയലിനെ ഇപ്പോ ഈ ഒരു നാൻസി കൊന്നുകളയും. മാത്രമല്ല ആ ഒരു പഴി കൂടെ ഇനി ഡയാനയുടെ ആത്മാവ് അതിന്റെ തലയിൽ ഇട്ടാളാം. ഇതിനുശേഷം നാൻസി നേരെ ചെല്ലുന്നത് ആ ഒരു ലൈബ്രറിയിലേക്കാണ്. കൂടെ തന്നെ 2 ഗാർഡും ഉണ്ട് കേട്ടോ. സോ ഈ ഒരു കാര്യം കണ്ട പാട് തന്നെ രൂപനും അവന്തിയും അവിടെ ഉണ്ടല്ലോ, 2 പേര് ആ ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് മുന്നോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ 2 പേരെയും ആ ഒരു ഗാർഡ്സ് കൊന്നുകളയും. സോ തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഇരിക്കുന്ന രൂപൻ പറയാണ്. അതുപോലെ കോമാവസ്ഥയിൽ കിടക്കുന്ന ഡോക്ടർ ഡയാനയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ നാൻസി ഒരു കാര്യം പറയുന്നുണ്ട്, നീ അന്നും ഇന്നും ഒരുപോലെ തന്നെ ചത്ത ഒരു ശവം പോലെ. ഒരു ഡോക്ടറായിട്ട് ഈ ലോകത്തിന് വെറും നന്മ മാത്രം ചെയ്ത്
ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? കഴിഞ്ഞ 32 വർഷമായിട്ട് നിന്നെ കോമയിൽ കെടുത്തി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അതൊക്കെ പോട്ടെ, നീ ജീവന് തുല്യം സ്നേഹിച്ച ആ ഒരു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ 42 പേരെയും വെച്ച് ഞാൻ നല്ല മെഡിക്കൽ എക്സ്പെരിമെന്റ് തന്നെ ചെയ്തു. അതിലൂടെ പല നല്ല ബെനിഫിറ്റുകൾ എനിക്ക് കിട്ടി. മാത്രമല്ല കഴിഞ്ഞ 32 വർഷമായിട്ട് നീ കോമാവസ്ഥയിൽ കിടന്നപ്പോൾ ഒരു കോമാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ശരീരത്തിൽ എങ്ങനെ മരുന്നുകൾ വർക്കാവും, അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ ചെയ്തു. എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ ഡയാന, ഇനി നീ ജീവനോട് ഇരിക്കേണ്ട ആവശ്യമില്ല. നീ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തെ ആ ഒരു മാസ്ക് മാറ്റാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കട്ടിൽ അനങ്ങുന്നുണ്ട്. അതായത് ഒരു ആത്മാവിന്റെ സാന്നിധ്യം. ഇത് കണ്ടപാട് തന്നെ നമ്മുടെ അവന്തിക താഴെ കൂടി വരികയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ നാൻസി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓടി വന്ന അവന്തികയും അതുപോലെ രൂപനെയും കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് രൂപൻ അവരുമായിട്ടൊരു ഫൈറ്റ് തന്നെ നടത്തുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയാന അവരെ കൊല്ലാൻ വേണ്ടി നാൻസി ശ്രമിക്കുന്ന സമയത്ത് അവിടെ വല്ലാത്തൊരു ശബ്ദം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ ശബ്ദം കേട്ട് രൂപനും അവന്തികയും ആ 2 ഗാർഡ്സും അവരെല്ലാവരും വീണ് പോകുന്നുണ്ട്. എന്നാൽ നാൻസിക്ക് യാതൊരു പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. കാരണം എന്താ, ഇതുപോലെ ആ ഒരു ആത്മാക്കള് അവരുടെ വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് ഈ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദം വന്നാൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തരം ഹെഡ്സെറ്റ് ഓൾറെഡി ഡോക്ടർ നാൻസി അവളുടെ ചെവിയിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം അവൾ കേൾക്കുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ കുട്ടികളുടെ ആത്മാവ് വല്ലാണ്ട് വയലന്റ് ആവുകയാണ്. എന്നാൽ ആ കുട്ടികളെ വീണ്ടും അടക്കാനുള്ള വിദ്യ ഈ നാൻസിക്ക് അറിയായിരുന്നു. ഒരു പ്രത്യേകതരം മെഷീൻ അത് ഓൺ ആക്കിയ സമയത്ത് ഒരുപാട് വവ്വാലുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവറ്റകളുടെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ചിറകടിയും ഇതെല്ലാം ആയപ്പോൾ ആ കുട്ടികളുടെ ആത്മാവ് 42 കുട്ടികളുടെ ആത്മാവ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അവർക്ക് ഡിസ്റ്റർബ് ആയിട്ട് ആ ആത്മാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ നേരത്ത് വിഷം നിറച്ച ഒരു സൂചിയുമായിട്ട് ഡയാനയുടെ ദേഹത്ത് അത് കുത്തിവെക്കാനായിട്ട് നാൻസി ചെല്ലുകയാണ്. നമ്മുടെ രൂപനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വവ്വാലുകളുടെ ആ ഒരു ശല്യം കാരണം അവനൊരു ഭാഗത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടരികിൽ കിടക്കുന്ന ഒരു പിയാനോ കാണുന്നത്. എന്തോ അവന്റെ ഉള്ളിലേക്ക് ഒരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ. ഈ പിയാനോ ഇത് തന്നെയാണ് ആ ഒരു കുട്ടികളുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക വഴി. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡയാന ആ 42 കുട്ടികൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ ഒരു പാട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു മ്യൂസിക് ഓൾറെഡി അത് നമ്മുടെ രൂപനെ അറിയാമല്ലോ, അത് പതിയെ പതിയെ വായിക്കാൻ തുടങ്ങുകയാണ്. ആ മ്യൂസിക് കേൾക്കും തോറും കുട്ടികളുടെ ആത്മാവ് അവൾ വളരെ കൂളായിട്ട് വരികയാണ്. ആ ഒരു വവ്വാലുകളിൽ നിന്നും ആ ഒരു കുട്ടികൾക്ക് യാതൊരു പ്രശ്നമല്ലാതായിട്ട് മാറുകയാണ്. പിന്നീട് ആ ഒരു കുട്ടികളുടെ ആത്മാവ് ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ആ ശബ്ദം ഡോക്ടർ നാൻസിക്ക് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. അവളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഓരോ ഭാഗമായിട്ട് ഓരോ അവയവമായിട്ട് പൊട്ടി 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 ശരീരം ഒരു നീല നിറത്തിലേക്ക് മാറി കൈകളെല്ലാം വളഞ്ഞൊട്ടി ഒരു ചുള്ളിക്കമ്പ് പോലെ വേദന സഹിച്ച് മരിച്ച് അവൾ അവിടെ വീഴുന്നുണ്ട്. ആ കുട്ടികൾ അവരുടെ പ്രതികാരം വീട്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ അമ്മയായിട്ടുള്ള ഡയാനെ അവർ വിട്ടുകൊടുക്കുകയാണ് അവരുടെ ശരീരത്തിലേക്ക് വന്ന് കയറാനായിട്ട്. അങ്ങനെ അവസാനം 32 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ഡയാൻ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് അവർ ഇനിയും ജീവിച്ചിരിക്കണം. അതുപോലെ ക്രൂരമായ നരഹത്യ ചെയ്ത ഡോക്ടർ നാൻസി തക്കതായ ശിക്ഷ അവൾക്ക് ലഭിക്കുകയും ചെയ്തു. പഴയതുപോലെ തന്നെ ആ ഒരു ചർച്ച് അതിനി ഒരു ഓർഫനേജ് പോലെ ഒരുപാട് കുട്ടികൾക്ക് അത്താണിയായിട്ട് ഇനി അത് അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ രൂപനുണ്ടല്ലോ അവന്തികയുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവന്തിക പറയണത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ആത്മാവ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും? കാരണം ഡോക്ടർ ഡയാന പുറം ലോകത്തോട് സംസാരിക്കാൻ ശ്രമിച്ചത് തന്നെ അവന്തികയിലൂടെയാണ്. എന്തുകൊണ്ടായിരിക്കണം? കാരണം ആ ഒരു കോമാവസ്ഥയിൽ കിടക്കുന്ന ഡയാനയോട് ഒരു കരുണ കാണിച്ചത് അത് അവന്തിക മാത്രമാണ്. അന്ന് 32 വർഷങ്ങൾക്ക് മുന്നേ ഓരോ കുഞ്ഞിനെയും കയ്യിൽ കിട്ടിയ സമയത്ത് ഡോക്ടർ ഡയാന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് എന്ന്. അതുപോലെ കോമാവസ്ഥയിൽ കിടന്ന ഡോക്ടർ ഡയാനയുടെ തലയിൽ കൈവച്ചിട്ട് നമ്മുടെ അവന്തികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാഡം പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ കൂടെയുണ്ട്. എന്തായാലും ഇവിടെ നടന്ന ക്രൂരമായ നരഹത്യ എല്ലാവരും മനസ്സിലാക്കി. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം സോൾവ് ആവുകയാണ്. ആ 3 മെഡിക്കൽ സ്റ്റുഡന്റിന്റെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ, സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.